ഷാനവാസിൻ്റെ തലവഴിയെ നിവിൻ പാലെടുത്തൊഴിച്ച് ഷാനവാസ് കിച്ചണിൽ അങ്ങനെ ഇരുന്ന് ഷാനവാസിന് ദേഹം കുഴഞ്ഞ കണക്ക് വന്ന് ഷാനവാസ് അവിടെ ഇരുന്ന് അപ്പോഴൊക്കെ അനീഷും നൂറ് അനുമോളും എല്ലാം കൂടെ ഓടി വന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. ഷാനവാസിന് ശ്വാസം ഇങ്ങനെ എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശ്വാസം ഇങ്ങനെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നു കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുവരാമെന്ന്. ഷാനവാസിന് അനീഷ് എല്ലാവരും കൂടെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി. അനീഷ് ഷാനവാസിൻ്റെ കൂടെ കൺഫെഷൻ റൂമിലുണ്ട്. നിവിൻ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ഷാനവാസ് കുക്ക് ചെയ്യുന്നോണ്ടിരിക്കുകയായിരുന്നു. നീ എന്തിനാണ് എടുത്തുകൊണ്ട് വന്ന് പാലെടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഷാനവാസ് പാലിൽ പിടിച്ച് നിവിൻ ഷാനവാസിനെ ഉന്തിയിട്ട് പാലെടുത്ത് തലയിൽ ഒഴിക്കുകയായിരുന്നു ചെയ്തത്. മൊത്തം പാലും ഷാനവാസിൻ്റെ തലവഴി എടുത്തൊഴിച്ച്. അങ്ങനെയാണ് ഷാനവാസ് അവിടെ ഇരുന്നത്. ഷാനവാസിൻ്റെ കണ്ണിൽ വീണിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഷാനവാസ് എന്തായാലും മുഖം പൊത്തി അവിടെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. അവിടെ നിന്നാണ് അനീഷൊക്കെ ചേർന്ന് പിടിച്ച് അവിടെ കൊണ്ടിരുത്തിയപ്പം ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം ലിവിങ് റൂമിൽ വരാൻ പറഞ്ഞ് അനീഷും ഷാനവാസും ഒഴിച്ച് ബാക്കി എല്ലാവരും ലിവിങ് റൂമിലുണ്ടായിരുന്നു. നിവിനെ ബിഗ് ബോസ് വിളിച്ചിട്ട് വാണിംഗ് ചെയ്യുമായിരുന്നു. ഇത് ബിഗ് ബോസ് വീടാണ്, ഇവിടെ കയ്യാങ്കളി അനിവാര്യമല്ല. നിങ്ങളുടെ 2-3 ദിവസമായിട്ട് നിവിന് ഒരുപാട് ഓവർ ആവുന്നത് കാണുന്നുണ്ട്. ഇതിവിടെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ഇനി ഇങ്ങനെ സംഭവിച്ചാൽ ഒരു വാണിങ്ങും ഇല്ലാതെ നിവിനെ പിടിച്ച് പുറത്താക്കും. പിന്നെ ക്വിറ്റ് ചെയ്യുന്നത് പോകുന്നതും ഇവിടുന്ന് പിടിച്ച് പുറത്താക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അറിയാമല്ലോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നു. സോറി ബിഗ് ബോസ് എന്നൊക്കെ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് നിവിൻ്റെ. നിവിൻ സോറി പറയുന്നുണ്ട് ബിഗ് ബോസിനോട്. അതും ഭയങ്കര പതുക്കെ എന്തോ ഒരു പാവം പിടിച്ച പയ്യൻ നിന്ന് സംസാരിക്കുന്ന പോലെ ഒരു സൗണ്ടേ ഇല്ലാത്ത കണക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.